welcome back to another. അപ്പോൾ ഗൈസ് ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ്. അത് എൻ്റേതായ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മസാലകളിട്ട് നാരങ്ങയും ഒഴിച്ച് ഉപ്പിട്ട് നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മീനൊക്കെ ഒന്ന് പൊള്ളിച്ച് നമുക്കൊന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കരിവേപ്പില ഇട്ടു. എന്നിട്ട് മീനൊക്കെ നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഒരേ സെറ്റിൽ തന്നെയാണ് എല്ലാ മീനും ഞാൻ വറുക്കുന്നത്. ഇപ്പോൾ വലിയ ഇതിൽ ഫ്രൈ ആവണ്ട എന്നുള്ള രീതിയിൽ ഇതായതുകൊണ്ട് എല്ലാം ഒരുമിച്ച് വെച്ച് വറുക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് മറിച്ചിടാൻ തുടങ്ങി. അതേ സമയത്ത് നമുക്ക് ഇല ഒന്ന് വാട്ടാം. അപ്പം മീനൊക്കെ ഒന്ന് വെന്ത് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഓ മൈ ഗോഡ്, മൈ ഫാമിലി പെറ്റ് ഈസ് ഹെവി. അപ്പോൾ നമ്മളിതേ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കരിവേപ്പില ഇട്ടു, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം പൊടിയായി നുറുക്കിയതാണ്. പച്ചമുളക് ഒഴിച്ച് പിന്നെ ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഓണിയൻ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓണിയനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലോട്ട് ലേശം നമ്മുടെ കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി സബോള എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കും. മസാലയ്ക്ക് പകരം നമ്മൾ വേറൊരു സാധനം ആഡ് ചെയ്യുന്നുണ്ട്, സോയ സോസും ടൊമാറ്റോ സോസും. അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അതാ പറഞ്ഞു ഞാൻ ആദ്യം തന്നെ എൻ്റേതായ രീതിയിൽ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇനിയിപ്പോൾ മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് കറി മസാല ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അതേ സമയത്ത് നമുക്ക് കസൂരി മേത്തി റെഡിയാക്കി. കസൂരി മേത്തി വീഡിയോ ഇടുന്നത് ഇട്ടായിരുന്നു പക്ഷേ റെക്കോർഡായില്ല, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റായി ഇതിലോട്ട് നാരങ്ങയുടെ നീരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇലയിൽ ഇത് പൊതിയാൻ നോക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലയിൽ വെച്ചു. കയ്യിൽ തന്നെ ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെല്ലാം കെട്ടിയിട്ട് നമ്മൾ അലുമിനിയം പേപ്പറിൽ വെച്ച് ഇത് ചെയ്യാണ്. അപ്പോൾ അലുമിനിയം പേപ്പർ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ മറ്റേ കണ്ടെയ്നർ ഉണ്ടായിരുന്നു അലുമിനിയത്തിൻ്റെ, അതിൽ സെറ്റാക്കി. അപ്പോൾ നമ്മളിത് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഓരോ സൈഡും 15 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം 1/2 മണിക്കൂറോളം ഞാൻ നല്ലപോലെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും മൈ ഫാമിലി പാക്ക്. അപ്പോൾ അതേ നമ്മൾ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ എല്ലാം എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ സെറ്റായിരിക്കുന്നു. നമ്മുടെ ടേസ്റ്റ് നോക്കണ്ടേ. അപ്പോൾ അതേ നമ്മൾ പതുക്കെ ഓപ്പൺ ചെയ്യുന്നു ഒരു ബൗളിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ബൗളിൽ വെച്ച് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഇലയൊക്കെ നല്ല പോലെ വാടി 1/2 മണിക്കൂറോളം നല്ല വെന്തിട്ടുള്ളതായിരുന്നു. നല്ല പോലെ വാടിയിട്ടുണ്ട്. ഗൈസ്, വായെന്ന് വെള്ളം വരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ വായെന്ന് അടക്കം വെള്ളം വരികയാണ്. അപ്പോൾ അതെടുത്തൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ എൻ്റെ പൊന്നോ, വേറെ ലെവലേട്ടാ. അപ്പോൾ ചോറ് കൂട്ടി കഴിക്കാൻ മീൻ പൊള്ളിച്ചതും. So hope you guys all enjoyed today's vlog and see you next vlog. Till then, bye bye.